പിഷാരടി ചെയ്തത്, അദ്ദേഹം ഒരു ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ അതോ തന്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. ഇതിപ്പോ പിഷാരടി പറഞ്ഞ പോലെ തന്നെ ഇന്ന് പറഞ്ഞതായിരിക്കത്തില്ല അഖിൽ മാരാർ നാളെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അവസ്ഥ ഇലക്ഷൻ പ്രചരണം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിന് ഇടയിൽ അഖിൽ മാരാർ പോയിട്ട് പിഷാരടി ഒന്ന് ചൊറിഞ്ഞ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്വന്തം കാര്യം നോക്കിയിട്ട് അങ്ങ് പോയപ്പോരായിരുന്നോ? എവിടെ? അപ്പോഴേക്ക് വല്ലാത്തൊരു പഞ്ച് കുറവായിരിക്കുമല്ലോ. കിട്ടിയല്ലോ തിരിച്ച്. നന്നായിട്ട് മാന്തി വിട്ടിട്ടുണ്ടല്ലോ പിഷാരടി. എന്തായാലും പോയിട്ട് അഖിൽ മാരാർ ചൊറിഞ്ഞ് നമുക്കൊന്ന് കാണാം. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ഈ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലൊക്കെ സഹായിച്ചതാണോ അഖിൽ മാരാർ നമ്മുടെ നാടിന്, കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? അതോ പാവപ്പെട്ട കുറച്ച് പേർക്ക് അല്ലറ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നതോ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് മാരാറേ. നിങ്ങൾ കാണിച്ചുകൊണ്ട് ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്കാർ കാണിക്കാതെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. ഓക്കെ, സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രികയാണ്. അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? കേസോ? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോന്ന്? ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കേസ് വേണം? അത് പുതിയ അറിവാണല്ലോ. എന്ത് കേസാണ് മാരാറെ വേണ്ടേ? ആരെങ്കിലും തല്ലിപ്പൊളിച്ച കേസാണോ? അല്ലെങ്കിൽ പീഡന കേസാണോ? ഇനി അതല്ലെങ്കിൽ മറ്റേ എന്തോ മോഷണ കേസാണോ? എന്ത് കേസാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്? ഈ പറയുന്ന അഖിൽ മാരാറിന് ഇതൊക്കെ വെച്ചിട്ട് കേസുണ്ട്. ചേടാ, പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കേട്ടല്ലോ, അഖിൽ മാരാറിൻ്റെ പേരിൽ കുറേ കേസുകളുണ്ട്. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിൽ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇയാൾക്ക് എന്താണ് വയ്യേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വീട്ടിൽ പറയുള്ളൂ. അപ്പൊ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണം. അതാണ്, ഏത് നേരത്താണോ ഇതിനൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിയമിക്കാൻ ആൾക്കാർക്ക് തോന്നിയത്? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തൊക്കെയോ പൊട്ടത്തരങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് ആളാവാൻ നോക്കിയതാ. ഇപ്പൊ നാട്ടുകാരെടുത്തിട്ട് അലക്കാൻ തുടങ്ങി. അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റമോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിലിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമാധാനമായല്ലോ, കിട്ടിയല്ലോ. ഒരാഴ്ച എടുത്തിട്ടില്ല, 3 വർഷം എടുത്തിട്ടില്ല. രമേശ് പിഷാരടി ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ദാന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നെയും മാറ്റി. ഉളുപ്പില്ലാത്ത അഖിൽ മാരാർ. നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക മനുഷ്യ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ട് ചാടി പോവാതെ നിങ്ങൾ എന്താണോ പറഞ്ഞത് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. ഇതൊരുമാതിരി ഇപ്പം നല്ലത് പറയും, 2 ദിവസം കഴിയുമ്പോട്ട് മോശം പറയും, പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും നല്ലത് പറയും. എന്തോന്ന് സ്വഭാവം ഇത്? അമ്മച്ചിയാണ് അഖിൽ മാരാർ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ മറ്റേ ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ നീളെ എന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ കാര്യങ്ങൾ. അതെനിക്ക് ഇങ്ങേരുടെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്നൊന്ന് പറയും, നാളെ തിരുത്തി പറയും, അത് കഴിയുമ്പോൾ പിന്നെ ഒന്ന് പറയും, അത് കഴിയുമ്പോൾ പിന്നെ തിരുത്തി പറയും. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ജയിച്ചിട്ട്? എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ 2020 എന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യമുണ്ടോ?
അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്ന കണ്ടു. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതൊന്നുമില്ല. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് പോകുമോ എന്ന് ചോദിച്ച സമയത്ത് ലുലുമാളിൽ കയറി എന്തോ മുണ്ടഴിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞ അഖിൽമാരാറാണ് പിറ്റേത്തെ സീസണിൽ പോയി കപ്പ് അടിച്ചിട്ട് വന്നേക്കുന്നത്. ഇങ്ങനെയുള്ള അഖിൽമാരാറിൻ്റെ നിലപാട് ആ സമയത്തെ ആൾക്കാർക്ക് മനസ്സിലായതാണ്. ഇനി രാഷ്ട്രീയത്തിൽ കൂടെ ഇറങ്ങി എന്ത് കാണിക്കാനാണോ എന്തോ. ഈ ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഞാൻ വളരെ കൃത്യമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പിണറായി വിജയൻ പോലീസിന്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഒരു ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ അതോ തന്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. എല്ലാവരും ഒരുപോലെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കണം പെരുമാറുന്നത്, തല്ലുകൊള്ളണം, കേസ് ഉണ്ടാവണം എന്ന് വല്ല നിയമമുണ്ടോ? ഈ സ്ഥാനാർത്ഥി ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കേസ് നിങ്ങൾക്ക് ഉണ്ടാവണം, ഇത്ര പ്രാവശ്യം പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റൂ എന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ വെളിവില്ലായ്മയാണോ എന്തോ അഖിൽമാരാറ് വിളിച്ചു പറയുന്നത്. അഖിൽമാരാറിന് വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, എന്തൊക്കെ നടക്കുമെന്നുള്ളത് ദൈവത്തിനും അഖിൽമാരാറിനും മാത്രം അറിയാം. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരാറ് തുനിഞ്ഞിറങ്ങിയതാണെങ്കിൽ ഇങ്ങനെ മിനിറ്റിന് നിലപാട് മാറുന്ന അഖിൽമാരാറ് സേവനത്തിന് ഇറങ്ങി എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും വോട്ട് ചെയ്യുന്ന ആൾക്കാർ. ശരി എന്നാൽ.